നമ്മുടെ ലിറ്റിൽ കിച്ചണിലെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹെൽത്തി കിച്ചൺ ആണ്. നമ്മളുടെ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എങ്ങനെയാണ് നമ്മൾ ഈ പോഷകാഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ശ്രീധേഴ്സ് ഡയാ ക്ലിനിക്കിലെ ചീഫ് ഡയറ്റീഷ്യനായ നീരജ ആൻറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ആൻറ്റി നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? എല്ലാവരും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. പഠിച്ചോ? ചിക്കൻ ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? പഠിച്ചു. പക്ഷെ ആന്റി ഇന്ന് കാണിക്കാൻ പോണത് വെറും വെജിറ്റബിൾസിന്റെ ഒരു സാലഡ്. എല്ലാവരും വെജിറ്റബിൾസ് കഴിക്കാറുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് യെല്ലോ കുക്കിംഗ് ആണ്. ഓക്കെ, ഇതെന്താണെന്നറിയോ? ചോളം. ഈ യെല്ലോ കളർ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ യെല്ലോ കളറുള്ള ഒരു പിഗ്മെന്റ് കാരണമാണ്. ഈ പിഗ്മെന്റിന്റെ പേരാണ് ല്യൂട്ടീൻ സിയാസാന്തിൻ. ഈ രണ്ട് പിഗ്മെന്റ്സ് കാരണമാണ് ഈ കോണിന് യെല്ലോ കളർ. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽ ഇതിലുള്ളത്. അപ്പൊ നമ്മൾ ഈ കോൺ വെച്ചിട്ടാണ് സാലഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കോൺ ഇങ്ങനെ കാണുന്നതിനേക്കാളും പകരം കുറെ കളേഴ്സ് ആഡ് ചെയ്താൽ രസം ഉണ്ടാവില്ലേ കാണാൻ? അപ്പൊ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്ന സാധനങ്ങള് കോണ്. ആൻറ്റി ഇവിടെ വേവിച്ച് വെച്ചിരിക്കാം. വേവിക്കുമ്പോഴേ ഇച്ചിരി ഉപ്പിട്ടിട്ട് വേവിക്കാം. കോണ്, റെഡ് ക്യാപ്സിക്കം. റെഡ് ക്യാപ്സിക്കത്തിലുള്ളത് ലൈക്കോപ്പീൻ. ഇത് ഹാർട്ടിന് വളരെ നല്ലതാണ്, സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ യൂസ് ചെയ്യാൻ പോണത് യെല്ലോ ക്യാപ്സിക്കം. പിന്നെ യൂസ് ചെയ്യാൻ പോണത് ബീൻസ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ലേശം ഉപ്പിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കും. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 2 minutes. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉള്ളിയാണ്, സവാള നീളത്തിൽ അരിഞ്ഞത്. സവാളയിലും വളരെയധികം നമ്മുടെ ബോഡിയിലുള്ള ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ വയറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാൻ ലേശം ഡെയിലി ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ഉള്ളിൻ്റെ സാലഡ് കൂടെ കഴിക്കുക. അപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകും. ഓക്കെ, പിന്നെ ഇത് ലെറ്റ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ്, പിന്നെ ഇത്തിരി സിലറി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാക്രോണി വേവിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മാക്രോണി വേവിക്കാം. മാക്രോണി വേവിക്കാൻ ഇടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് വേവിക്കുന്ന മാക്രോണിയിൽ ഉപ്പുണ്ടാവുള്ളൂ. ഓക്കെ, ഉപ്പിടുക. പിന്നെ ഇത്തിരി ഓയിൽ ഒഴിച്ചെടുക്കുക. ഇതെന്തിനറിയോ? മാക്രോണി കുക്ക് ചെയ്യുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഈ സാലഡിന്റെ പേരെന്താണെന്നറിയോ? സൺഷൈൻ സാലഡ്. അങ്ങനെ നമ്മൾ മാക്രോണി വേവിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 കപ്പോളം വേവിച്ച കോൺ ഇട്ടു നമ്മള്. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഇത് ഇടുന്നത്. ഇനി നമ്മൾക്ക് ഗ്രീൻ ഇടാം. ഓക്കെ, ഗ്രീൻ ഇട്ടു. ഗ്രീൻ, റെഡ്. ഇത് ഭംഗിയല്ലേ, ഇപ്പൊ തന്നെ കാണാൻ നല്ല രസം. എല്ലാം കൂടെ യെല്ലോ. ലെറ്റ്യൂസ് ലീവ്സ് കത്തിയോട്ട് മുറിച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ വരും. ഓക്കെ, അപ്പോൾ ചുമ്മാ ഇങ്ങനെ കൈ കൊണ്ട് പിച്ചി ഇടുക. ഓക്കെ, ഇനി ഇതാ നമ്മുടെ മെയിൻ മാക്രോണി ഇട്ടു. എന്നിട്ട് ഇതൊന്ന് ചുമ്മാ ആദ്യം മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ശരിക്കും ഈ എല്ലാ വെജിറ്റബിൾസും ആദ്യം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നല്ലോണം തണുത്ത ശേഷം ജസ്റ്റ് ബിഫോർ സെർവിങ് നമ്മൾ സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കണം. സാലഡ് ഡ്രസ്സിങ്ങിന് നമ്മൾ ഇന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലാണ് സ്വതവേ സാലഡ് ഡ്രസ്സിങ്സിന് എടുക്കുക. ഇനി നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. ഇച്ചിരി പെപ്പർ പൗഡർ കുറച്ച് മതി. ഇവർക്ക് എരിവ് വല്ലാണ്ട് അതാ കൊടുക്കണ്ട നമുക്ക്. പിന്നെ ഇതിലോട്ട് ഇത്തിരി ഉപ്പിടാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് സിലറി. ഈ സിലറി ഇങ്ങനെ മുറിച്ചാൽ ഇതിന്റെ ഫ്ലേവർ ശരിക്കും പുറത്തോട്ട് വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് ക്രഷ് ചെയ്യാം. ലൈറ്റായിട്ട് ക്രഷ് ചെയ്താൽ മതി. നമ്മൾ ഇതിലോട്ട് ഇടാം. ഓക്കെ, ജസ്റ്റ് ഫ്ലേവറിംഗ് ഗാർലിക് ആണ്. ചെറിയ അത്ര മതിയാവും അല്ലേ? 3 or 4 cloves of garlic. ഓക്കെ, അതും ഒന്ന് ക്രഷ് ചെയ്യണം. ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്.
ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ലൈം ജ്യൂസ്, വൈറ്റമിൻ സി. ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസിലേക്ക് നമ്മൾ വൈറ്റമിൻ സി ആഡ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അതിലുള്ള ന്യൂട്രിയൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ. അപ്പോൾ ലൈം ജ്യൂസ് ആഡ് ചെയ്തു. ഇനി ആ പുളി ഒന്ന് ഇച്ചിരി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ലേശം ഷുഗർ, ജസ്റ്റ് ഹാഫ് ടീസ്പൂൺ ഓഫ് ഷുഗർ. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം. എന്നിട്ട് സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അവസാനം നമ്മൾ എപ്പോഴും എന്ത് ഫുഡ് കുക്ക് ചെയ്യുമ്പോഴും ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അമ്മ ഉണ്ടാക്കിയ 5 ഡിഷ് ഉണ്ടാവും. യു വിൽ ബി കീപ്പിംഗ് ദിസ് സാലഡ് ഇൻ ദ മിഡിൽ. ആദ്യം ഏതാ എടുക്കുക അറിയോ? ഈ സാലഡ്. നല്ല ഐഡിയ ആണ്. സൺഷൈൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും സെർവ് ചെയ്യാം. ഇനി അപ്പം നമുക്ക് ഹെൽത്തി ടിപ്സിനുള്ള സമയമാണ്. ഇന്നത്തെ നമ്മുടെ ഹെൽത്തി കിച്ചണിൽ യെല്ലോ കുക്കിങ്ങിൽ കോണായിരുന്നു താരം. അപ്പോൾ നിങ്ങൾക്ക് കോണിനെ പറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെ മനോഹരമായ, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു നല്ല സാലഡാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾ ചോറ് കഴിക്കുന്നില്ല, ചപ്പാത്തി കഴിക്കുന്നില്ല, എന്താ ചെയ്യുക, ഇനി എന്താ കൊടുക്കുക കുട്ടിക്ക്? ഇതാണ് മിക്ക പേരൻസും ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ പേടിക്കാനേ ഇല്ല. ഈ കോണിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. ഇപ്പം നമ്മൾ ഒരു 100 grams കോണ് കഴിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 350 കാലറീസ് ഉണ്ട് അതിൽ. അതായത് ഒരു 2 കപ്പ് ചോറ് കഴിക്കുന്നതിന് കണക്കാണ്. അപ്പോൾ ഇനി ചോറ് കഴിക്കുന്നില്ലെങ്കിലും കോണ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട എനർജി അതിൽ നിന്ന് കിട്ടും. പിന്നെ രണ്ടാമതായിട്ട് അതിൽ വളരെ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. ഒരു 100 grams ഓഫ് കോൺ കഴിക്കുകയാണെങ്കിൽ ഒരു ഡേക്ക് വേണ്ടതിൻ്റെ ഒരു 18% ഫൈബർ ഈ കോണിൽ നിന്ന് കിട്ടും. കോണിൽ ഫൈബറും കാർബോഹൈഡ്രേറ്റും മാത്രമല്ല, വൈറ്റമിൻസിൻ്റെ കാര്യത്തിലും ഒരു വ്യത്യാസമില്ല. വളരെ ഹൈ ലെവൽ ഓഫ് വൈറ്റമിൻ കണ്ടൻറ്റുള്ള ഒരു വെജിറ്റബിളാണ് കോൺ. ഇനി വൈറ്റമിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വൈറ്റമിൻ B1, B5, B6 ഈ 3 മെയിൻ വൈറ്റമിൻസാണ് ഉള്ളത്. കോണിൻ്റെ യെല്ലോ കളറ് കാരണം അതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ പേര് ല്യൂട്ടീൻ, സിയാസാന്തിൻ ആൻഡ് പാന്തോതെനിക് ആസിഡ്. പാന്തോതെനിക് ആസിഡാണ് വൈറ്റമിൻ B5. അപ്പോൾ വൈറ്റമിൻ B1 നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് മെറ്റബോളിസത്തിന് വളരെയധികം സഹായിക്കും. വൈറ്റമിൻ B5 ആണെങ്കിൽ നമ്മുടെ നെർവ് ഫങ്ഷൻ എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ B6ൻ്റെ ഡെഫിഷ്യൻസി കാരണം ചില കുട്ടികളിൽ പെലാഗ്ര എന്ന് പറഞ്ഞൊരു ഡിസീസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പെലാഗ്ര എന്ന് പറയുമ്പോൾ ദിസ് ഈസ് കോൾഡ് ഡിസീസസ് ഓഫ് ദ 3 Ds. അതായത് ഡയറിയ, ഡെമെൻഷ്യ ആൻഡ് ഡെമറ്റൈറ്റിസ്. അതായത് ഈ 3 പ്രോബ്ലംസുമാണ് ഈ വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി കാരണം കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മക്കൾക്ക് കോൺ കൊടുക്കാം. അത് കഴിച്ചാൽ മതി, ചോറും ചപ്പാത്തിയുടെയും നിർബന്ധമില്ല.